ഹലോ എവരിവൺ. എല്ലാവർക്കും നമ്മുടെ വീക്കിലി കറണ്ട് സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് എന്തെല്ലാമാണ് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ ഈ പറഞ്ഞ വീക്കിലി കറണ്ട് അഫയേഴ്സിനകത്ത് നമ്മൾ ഡെയിലി പോകുന്ന കറണ്ട് അഫയേഴ്സിലെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ അല്ലേ നമ്മൾ തിരഞ്ഞെടുത്താണ് എന്ത് ചെയ്യുന്നത്, ധരിപ്പിക്കുന്നത്. അപ്പം ഡെയിലി കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യാൻ പറ്റാത്തവർക്കും കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപോയി തന്നെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും കിട്ടുമെന്നുള്ളതാണ്. അപ്പം നമ്മൾ മുഴുവനായിട്ടും കണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേ ചോദ്യം പറഞ്ഞു പോവുകയല്ല, കൂട്ടത്തിൽ നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സിനകത്ത് പറഞ്ഞു പോകുന്ന പോയിന്റുകളും എടുത്തുന്നുണ്ട്. ഓക്കെ, അപ്പം തുടങ്ങാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ചോദ്യം എന്താണ്? 2025 ഡിസംബറിൽ ഇന്ത്യ സന്ദർശിച്ച അർജന്റീന ഫുട്ബോൾ താരം ആരാണെന്നുള്ളതാണ് അല്ലേ. ഇതാണ് പറയുന്ന 2025 ഡിസംബറിൽ ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ടായിരുന്ന അർജന്റീനിയൻ ഇതിഹാസ ഫുട്ബോൾ താരം ആരാണെന്നുള്ളതായിരുന്നു അല്ലെ. ആരാണ് അല്ലേ? ആരാണത്? ലയണൽ മെസ്സിയാണ് അല്ലെ. ആരാണ്? ലയണൽ മെസ്സിയാണ് അല്ലെ. നിങ്ങൾക്കറിയാം, സുവാരസിനെയൊക്കെ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ 2025 ഡിസംബറിൽ ഇന്ത്യ സന്ദർശിച്ച അർജന്റീനൻ ഇതിഹാസ ഫുട്ബോൾ താരം എന്ന് പറയുന്നത് അത് ലയണൽ മെസ്സി ആയിരുന്നു ആണല്ലോ. അപ്പൊ അദ്ദേഹം ആദ്യം തന്നെ വന്നിട്ട് ഈ പറയുന്ന കൊൽക്കട്ടയിൽ അല്ലെ, ഇവിടെ കൊൽക്കട്ടയിൽ വന്ന് അദ്ദേഹം അവിടെ ഒരു ഉദ്ഘാടനമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്തിന്റെ ആയിരുന്നു? ഒരു സ്റ്റാച്ചു, അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാച്ചു എന്ത് ചെയ്തു, അദ്ദേഹം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു. എവിടെയാണത്? ഓർമ്മയുണ്ടോ? ശ്രീഭൂമിയിലാണ് അല്ലെ. ശ്രീഭൂമി ലേക്ക് ടൗൺ അല്ലെ, ശ്രീഭൂമി ലേക്ക് ടൗൺ കൊൽക്കട്ടയില് പറയുന്ന മെസ്സിയുടെ എന്ത് അനാച്ഛാദനം ചെയ്യാണ്? അദ്ദേഹത്തിന്റെ ഒരു പ്രതിമ അല്ലെ, പറയുന്ന പ്രതിമ എന്ത് ചെയ്തു, അദ്ദേഹം അനാച്ഛാദനം ചെയ്തിട്ടുണ്ടായി. ഓക്കെ അല്ലേ. അപ്പൊ 2025 ഡിസംബറിൽ ഇന്ത്യ സന്ദർശിച്ച അർജന്റീന ഇതിഹാസ ഫുട്ബോൾ താരം എന്ന് പറയുന്നത് ലയണൽ മെസ്സി. അടുത്ത ചോദ്യം നോക്കാം. 2025 ഡിസംബറിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച റെസ്ലിംഗ് താരം ആരാണെന്നുള്ളതായിരുന്നു അല്ലെ. 2025 ഡിസംബറിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച റെസ്ലിംഗ് താരം ആരാണ് എന്നുള്ളതാണ്. ആരാണത്? ജോൺ സീനയാണ് അല്ലെ. ഒരു കുട്ടിക്കാലത്തെ സമയങ്ങളിൽ നമുക്കറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു റെസ്ലിംഗ് താരമാണ് ജോൺ സീന എന്ന് പറയുന്നത് ആണല്ലോ. അപ്പൊ അദ്ദേഹം എന്താണ്, വിരമിക്കൽ പ്രഖ്യാപിക്കുകയാണെന്നുള്ളതാണ് അല്ലെ. 17 തവണ ലോക ചാമ്പ്യൻ ആയിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ് അല്ലെ. 17 തവണ ലോക ചാമ്പ്യൻ ആയിട്ടുണ്ടായിരുന്ന അല്ലെ, ചാമ്പ്യനായ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, വ്യക്തിയാണ് ജോൺ സീന എന്ന് പറയുന്നത് ആണല്ലോ. അപ്പൊ 2025 ഡിസംബറിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച റെസ്ലിംഗ് താരം എന്ന് പറയുന്നത് ജോൺ സീനയാണെന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ. അടുത്ത ചോദ്യം എന്താണ്? കേസുകളുമായി ബന്ധപ്പെട്ട സ്ത്രീകളെയും ട്രാൻസ്ജെൻഡറുകളെയും എങ്ങനെ പരിഗണിക്കണം എന്നത് സംബന്ധിച്ച് പോലീസിന് പരിശീലനം നൽകുന്നതിനായി സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്ന പദ്ധതി ഏതാണെന്നുള്ളത് അല്ലെ. കേസുകളുമായി ബന്ധപ്പെട്ട് സ്ത്രീകളെയും ട്രാൻസ്ജെൻഡറുകളെയും എങ്ങനെ പരിഗണിക്കണം എന്നത് സംബന്ധിച്ച് പോലീസിന് പരിശീലനത്തിനായിട്ട് സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതി ഏതാണെന്നുണ്ടായിരുന്നു. ഏതാണത്? ബോധ്യം എന്നാണ് എന്ത് ചെയ്യുന്നത്, പദ്ധതിയുടെ പേര്. എന്താണത്? ബോധ്യം. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റുകൾ നൽകിയിട്ടുണ്ടായിരുന്നു. എന്തെല്ലാമാണ്? ഒന്നെന്ന് പറഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ലിംഗവിവേചനരഹിതമായിട്ട് എന്ത് ചെയ്യാം, സഹാനുഭൂതി ഉള്ളവരാക്കി തീർക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തത് സ്ത്രീകൾക്ക് സുരക്ഷിതമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുക. മൂന്നാമതായിട്ട് പോലീസ് സേനയും മിത്ര 181 ഹെൽപ്പ് ലൈനും തമ്മിൽ എന്ത് ചെയ്യാം, ബന്ധം ശക്തമാക്കിയെടുക്കുക. നാലാമതായിട്ട് ട്രാൻസ്ജെൻഡർമാരോടും അതേപോലെ തന്നെ മുൻവിധിയില്ലാതെ തന്നെ അല്ലേ പറയുന്ന മുൻവിധിയുള്ള ധാരണകൾക്ക് എന്ത് ചെയ്യുക, മാറ്റം വരുത്തുക എന്നുള്ള 4 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ബോധ്യം പദ്ധതിയുടെ ഭാഗമായിട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പം കേസുകളുമായി ബന്ധപ്പെട്ട് സ്ത്രീകളെയും ട്രാൻസ്ജെൻഡറുകളെയും എങ്ങനെ പരിഗണിക്കണം എന്നത് സംബന്ധിച്ച് പോലീസ് പരിശീലനത്തിനായിട്ട് സംസ്ഥാന വനിതാ ശിശുവികസന കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതിയുടെ പേര് ബോധ്യം എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ കേരള പോലീസുമായി ബന്ധപ്പെട്ട് ഒരുപാട് എന്താണ് ഇങ്ങനെ ഒരുപാട് സ്കീംസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അല്ലേ. നിങ്ങൾക്കറിയാം, ഈ പറഞ്ഞ ഡി അഡിക്ഷൻ ബന്ധപ്പെട്ട് DDAD പോലെ അല്ലേ, പറഞ്ഞ ഡിജിറ്റൽ ഡി അഡിക്ഷൻ ബന്ധപ്പെട്ട് DDAD ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ പറയുന്ന രാത്രി കാലങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന കേരള പോലീസിന്റെ പദ്ധതി എന്താണത്? നിഴൽ. നിഴൽ എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. നിഴൽ പദ്ധതി ആരുടെയാണത്? കേരള പോലീസിന്റെ പദ്ധതിയാണ് ആണല്ലോ. അതേപോലെ തന്നെ വനിതാ ശിശുവികസന കോർപ്പറേഷൻ അതേപോലെ കേരള പോലീസും കൂടെ സംയുക്തമായിട്ട് ഈ പറയുന്ന ആളുകൾക്ക് നിയമസഹായം, കൗൺസിലിംഗ്, കൺസൾട്ടേഷൻ ഒക്കെ നൽകുന്ന പദ്ധതി അല്ലെ. കൗൺസിലിംഗ്,
അതേപോലെ തന്നെ കൺസൾട്ടേഷന് അതേപോലെ തന്നെ നിയമസഹായം നൽകുന്ന പദ്ധതിയുടെ പേരെന്തായിരുന്നു? കാതോർത്ത് എന്നുള്ളതാണ് അല്ലേ? എന്താണ്? കാതോർത്ത് എന്നാണ് എന്ത് ചെയ്യുന്നത് പദ്ധതിയുടെ പേര്. അപ്പം വനിതാ ശിശു വികസന കോർപ്പറേഷനും കേരള പോലീസും സംയുക്തമായിട്ട് ആളുകൾക്ക് നിയമസഹായം, കൗൺസിലിംഗ്, അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന രീതിയിൽ കൺസൾട്ടേഷൻ ഒക്കെ നൽകുന്ന പേര് കാതോർത്ത് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പഠിക്കുന്ന പദ്ധതിയുടെ പേര് ബോധ്യം എന്നുള്ളതാണ്. അതെന്താണത്? കേസുകളുമായി ബന്ധപ്പെട്ടെത്തുന്ന സ്ത്രീകളെയും ട്രാൻസ്ജെൻഡർ അങ്ങനെ പരിഗണിക്കണമെന്ന് സംബന്ധിച്ച് പോലീസിനെ പരിശീലനത്തിനായിട്ട് സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ എന്ത് ചെയ്യുന്നത് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ബോധ്യം എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട പോയിന്റുകളൊക്കെ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത എന്താണ്? അമേരിക്കയുടെ ഏറ്റവും ഭാരമുള്ള വാണിജ്യ ഉപഗ്രഹത്തിന്റെ പേരെന്താണെന്നുള്ളതാണ് അല്ലെ? അമേരിക്കയുടെ ഏറ്റവും ഭാരമുള്ള വാണിജ്യ ഉപഗ്രഹത്തിന്റെ പേരെന്താണെന്നുള്ളതാണ്. ഏതാണിത്? ബ്ലൂബേർഡ് 6 എന്നുള്ളതാണ്. എന്താണിത്? ബ്ലൂബേർഡ് 6 എന്നുള്ളതാണ്. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന AST സ്പേസ് എന്നറിയപ്പെടുന്ന ഒരു സ്വകാര്യ കമ്പനിക്ക് വേണ്ടിയിട്ട് അല്ലെ, എന്നാൽ AST സ്പേസ് എന്ന് പറയുന്ന ഒരു സ്വകാര്യ കമ്പനിയുടെ ഒരു ഭാരമുള്ള ഒരു ഉപഗ്രഹമാണ് ഈ പറഞ്ഞ ബ്ലൂബേർഡ് 6 എന്ന് പറയുന്നത്. ഇത് വിക്ഷേപിക്കുന്നത് ആരാണ്? ISRO ആണ് എന്ത് ചെയ്യുന്നത്? ഈ സാറ്റലൈറ്റിനെ വിക്ഷേപിക്കുന്നത് എന്നുള്ളതാണ്. അമേരിക്കയുടെ ഈ പറയുന്ന സാറ്റലൈറ്റിനെ ISRO വിക്ഷേപിക്കുന്നത് എവിടെ നിന്ന്? ശ്രീഹരിക്കോട്ടയിൽ നിന്നായിരിക്കും അല്ലേ? ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? വിക്ഷേപണം നടത്തുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്കറിയാം ഈ പറഞ്ഞ ഇന്ത്യയുടെ ഏറ്റവും ഭാരമേറിയ വാർത്താവിനിമയ ഉപഗ്രഹത്തിനെ അല്ലെ GSAT 7R അടുത്ത് വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഇന്ത്യയുടെ ഭാരമേറിയ വാർത്താവിനിമയ ഉപഗ്രഹമായിട്ടുണ്ടായിരുന്ന GSAT 7R ഈ പറയുന്ന ആ നേവിക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഈ പറയുന്ന നേവിക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനെ എന്ത് ചെയ്തിരുന്നു? ISRO വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. അത് എന്തിനകത്താണ് വിക്ഷേപിച്ചത്? LVM-03 എന്ന് പറയുന്ന റോക്കറ്റിനകത്താണ് അല്ലേ? LVM-3 റോക്കറ്റിനകത്താണ്. LVM-3 പഠിച്ചാൽ മതി. LVM-3 03 എന്ന് പറയുന്ന റോക്കറ്റിനകത്ത് ബാഹുബലിക്കകത്താണ് എന്ത് ചെയ്യുന്നത് വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതേ റോക്കറ്റ് തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ വിക്ഷേപണത്തിന് എടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പം അമേരിക്കയുടെ ഏറ്റവും ഭാരമുള്ള വാണിജ്യ ഉപഗ്രഹം എന്ന് പറഞ്ഞാൽ ഇതാണ് ബ്ലൂബേർഡ് ആണ് അല്ലേ? എന്താണത്? ബ്ലൂബേർഡ് എന്നാണ് ഈ പറയുന്ന ഇതിന്റെ അർത്ഥം, ഉപഗ്രഹം എന്ന് പറയുന്നത്. ഓക്കെ, വിക്ഷേപിക്കുന്നത് AST സ്പേസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പം അല്ലെങ്കിൽ ആ ഒരു പ്രൈവറ്റ് എൻറ്റിറ്റിക്ക് വേണ്ടിയിട്ട് ISRO ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് വിക്ഷേപിക്കുന്ന കാര്യം എന്ത് ചെയ്യും. ഓക്കെ, അടുത്തത് നടൻ നിവിൻ പോളി ആരംഭിച്ച സ്റ്റാർട്ടപ്പിന്റെ പേരെന്താണെന്നുള്ളതായിരുന്നു അല്ലെ? എന്താണ്? നടൻ നിവിൻ പോളി ആരംഭിച്ച സ്റ്റാർട്ടപ്പിന്റെ പേര് എന്താണെന്നുള്ളതായിരുന്നു. എന്താണത്? ക്രേവ് എന്നുള്ളതാണ് അല്ലെ? ക്രേവ് എന്നാണ് എന്ത് ചെയ്യുന്നത് നിവിൻ പോളി ആരംഭിച്ചിട്ടുണ്ടായിരുന്ന സ്റ്റാർട്ടപ്പിന്റെ പേരെന്ന് പറയുന്നത്. അപ്പൊ നിവിൻ പോളി ആരംഭിച്ച സ്റ്റാർട്ടപ്പിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ എന്താണ് പറയുന്നത്? ക്രേവ് എന്നാണ് എന്ത് ചെയ്യുന്നത് സ്റ്റാർട്ടപ്പിന്റെ പേരെന്ന് പറയുന്നത്. ഓക്കെ, തെറ്റല്ലേ? നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ. അടുത്ത ചോദ്യം എന്താണ്? 2025 ഡിസംബറിൽ ഇന്ത്യ അടക്കമുള്ള സ്വതന്ത്ര വ്യാപാര കരാറില്ലാത്ത രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 50% വരെ തീരുവ ചുമത്തിയ രാജ്യം ഏതാണെന്നുള്ളതാണ് അല്ലെ? 2025 ഡിസംബറിൽ ഇന്ത്യ അടക്കമുള്ള സ്വതന്ത്ര വ്യാപാര കരാറില്ലാത്ത രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 50% വരെ തീരുവ ചുമത്തിയ രാജ്യം ഏതാണെന്നുള്ളത്. ഏതാണത്? മെക്സിക്കോ ആണ് അല്ലെ? ഇതാണത് മെക്സിക്കോ ആണ്. ഓക്കെ, അതേപോലെയാണ് ക്ലോഡിയ ഷെയിൻബോം ആണ് അവിടുത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് അല്ലെ? ക്ലോഡിയ ഷെയിൻബോം ആണ് അവിടുത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ പ്രസിഡന്റ് ആണ് എന്ത് ചെയ്യുന്നത് ഇത്തരത്തില് ഇന്ത്യ അടക്കമുള്ള, ഇന്ത്യക്ക് മാത്രമല്ല ചൈനയ്ക്കും ഉണ്ട് കേട്ടോ, ചൈനയ്ക്ക് എന്ത് ചെയ്തിരുന്നു ഇത്തരത്തിൽ ഇറക്കുമതിക്ക് 50% തീരുവ ചുമത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ഓട്ടോമൊബൈല് അതേപോലെ തന്നെ തുണിത്തരങ്ങള് വസ്തുക്കൾ മെക്സിക്കോയിലോട്ട് ഇമ്പോർട്ട് ചെയ്യാറുണ്ട്, എക്സ്പോർട്ട് ചെയ്യാറുണ്ട്, എക്സ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പൊ അതിനെന്തെങ്കിലും കാര്യമായിട്ട് ബാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഈ അടുത്തിടെ അമേരിക്ക ഇന്ത്യയുടെ മുകളിൽ ഒരുപാട് തീരുവ ചുമത്തിയിട്ടുണ്ടായിരുന്നു. 50%-ലേറെ തീരുവ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ആണല്ലോ. അപ്പൊ അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന മെക്സിക്കോയും ഇത്തരത്തിലൊരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ളതെന്നുള്ളതാണ്. അപ്പൊ 2025 ഡിസംബറിൽ ഇന്ത്യ അടക്കമുള്ള സ്വതന്ത്ര വ്യാപാര കരാറില്ലാത്ത രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 50% വരെ തീരുവ ചുമത്തിയ രാജ്യം അത് മെക്സിക്കോയാണ്. ഓക്കെ ആണല്ലോ. അടുത്ത നോക്കാം. 2026 ജനുവരിയിൽ നടക്കുന്ന 24ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി ഏതാണെന്നുള്ളതായിരുന്നു.
അല്ലെ 2026 ജനുവരിയിൽ നടക്കുന്ന 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി ആകുന്നത് എവിടെയാണ് എന്നുള്ളതാണ്. എവിടെയാണത്? തൃശ്ശൂരാണ് അല്ലെ. എന്താണ്? നമ്മുടെ തൃശ്ശൂരാണ്. തൃശ്ശൂർ കാണാൻ പറ്റുമല്ലോ അല്ലെ. എന്താണത്? തൃശ്ശൂരാണ്. ഓർത്തിരിക്കുക. എന്താണത്? തൃശ്ശൂർ ആണെന്ന് എന്ത് ചെയ്യാം വെക്കുക. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം അല്ലേ? കലോത്സവം എവിടെയാണ്? എവിടെയായിരുന്നു അത്? തിരുവനന്തപുരമാണ് അല്ലേ? ഏതാണെന്ന്? തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്തായിരുന്നു എന്ത് ചെയ്യുന്നത്? നടത്തിയിട്ടുണ്ടായിരുന്നത് അല്ലെ. തിരുവനന്തപുരത്ത് വെച്ചാണ് എന്ത് ചെയ്യുന്നത്? 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം എന്ത് ചെയ്യുന്നത്? നടത്തിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ചിഹ്നം അല്ലെ, ചിഹ്ന ഭാഗച്ചിഹ്നമായിട്ട് ഉണ്ടായിരുന്നതാണ് തങ്കു എന്ന് പറയുന്ന മുയലായിരുന്നു. നമ്മളത് ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലെ. തങ്കു എന്ന മുയലാണ് അല്ലെ. തങ്കു എന്ന മുയലാണ് ക്ലാസ്സിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം കൂടിയാണ് അല്ലെ. നമുക്ക് അടുത്ത് നോക്കിയാലോ. അടുത്ത എന്താണ്? 2026 നടക്കാനിരിക്കുന്ന പ്രഥമ കോമൺവെൽത്ത് ഖോ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണെന്നുള്ളത്. 2026 നടക്കാനിരിക്കുന്ന പ്രഥമ കോമൺവെൽത്ത് ഖോ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് എന്നുള്ളതാണ്. ഏതാണത്? ഇന്ത്യയാണ് അല്ലെ. ഏതാണത്? ഇന്ത്യയാണ് എന്ത് ചെയ്യുന്നത്? 2026 ഇത് നടക്കാനിരിക്കുന്ന പ്രഥമ കോമൺവെൽത്ത് ഖോ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം എന്ന് പറയുന്നത്. ഈ അടുത്തിടെ ലോക ഖോ ചാമ്പ്യൻഷിപ്പ് നടന്നിട്ടുണ്ടായിരുന്നു അല്ലെ. എന്താണ്? ഈ അടുത്തിടെ ലോക ഖോ ചാമ്പ്യൻഷിപ്പ് നടന്നിട്ടുണ്ടായിരുന്നു ആണല്ലോ. ലോക ഖോ ലോക ഖോ ആണ് ഈ പറയുന്ന ചാമ്പ്യൻഷിപ്പ് എവിടെ വെച്ചാണ് നടന്നത്? പറയുന്നത് ഇന്ത്യയിലാണ് നടന്നിട്ടുണ്ടായിരുന്നത് ആണല്ലോ. ഇന്ത്യയിലാണ് ഈ പറയുന്ന ഖോ ചാമ്പ്യൻഷിപ്പ്, ലോക ഖോ ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയിൽ നടന്നിട്ടുണ്ടായിരുന്നത് ആണല്ലോ. അന്ന് ഈ കിരീടം നേടിയിട്ടുണ്ടായിരുന്ന ആരാണ്? അന്ന് ഈ പറഞ്ഞ കിരീടം നേടിയിട്ടുണ്ടായിരുന്നത് ആരാണ്? കിരീടവും ഇന്ത്യക്കായിരുന്നു. കിരീടം എന്താണ്? അതും ഇന്ത്യക്കായിരുന്നു. ഈ കോമൺവെൽത്ത് രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ 24ഓളം വരുന്ന കോമൺവെൽത്ത് രാജ്യങ്ങൾ 24ഓളം വരുന്ന കോമൺവെൽത്ത് രാജ്യങ്ങൾ എന്ത് ചെയ്യും? ഇതിനകത്ത് പങ്കെടുക്കും എന്നുള്ളതാണ്. ഇത് കൂടാതെ തന്നെ അമേരിക്കയിൽ നടക്കുന്ന എന്താണ് ഇത് പറയണം. ഓക്കെ. 24ഓളം വരുന്ന കോമൺവെൽത്ത് രാജ്യങ്ങൾ എന്ത് ചെയ്യും? ഇതിനകത്ത് പങ്കെടുക്കും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ചോദ്യം എന്ന് പറഞ്ഞാൽ 2026 നടക്കാനിരിക്കുന്ന പ്രഥമ കോമൺവെൽത്ത് ഖോ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം അത് ഇന്ത്യയാണ്. അടുത്തിടെ നടന്നിട്ടുണ്ടായിരുന്ന ലോക ഖോ ചാമ്പ്യൻഷിപ്പിന് അല്ലെ ആതിഥ്യം വഹിച്ചത് ആരാണ്? അത് ഇന്ത്യ തന്നെയാണ്. കിരീടം ഇന്ത്യക്ക് സ്വന്തമായിരുന്നു. 24ഓളം വരുന്ന കോമൺവെൽത്ത് രാജ്യങ്ങൾ ഇതിനകത്ത് എന്ത് ചെയ്യും? പങ്കെടുക്കും. ഓക്കെ. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. എന്താണ് അതിന്റെ പ്രത്യേകത? മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേരെന്താണെന്നുള്ളതാണ് അല്ലെ. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേരെന്താണെന്നുള്ളതാണ്. എന്താണത്? പൂജ്യ ബാപ്പു ഗ്രാമീണ റോസ്ഗാർ യോജന എന്നുള്ളതാണ്. പൂജ്യ ബാപ്പു പറയുന്ന ഗ്രാമീണ റോസ്ഗാർ യോജന എന്നുള്ളതാണ്. ഓർത്തിരിക്കുക. പൂജ്യ ബാപ്പു ഗ്രാമീണ റോസ്ഗാർ യോജന. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നായിരുന്നു പേര് ആണല്ലോ. അത് 2005 ആരംഭിച്ചിട്ടുണ്ടായിരുന്ന ഒരു പദ്ധതിയാണ് അല്ലെ. 2005 ആരംഭിച്ചിട്ടുണ്ടായിരുന്ന ഒരു പദ്ധതിയാണ് നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം എന്ന് പറയുന്നത് അല്ലെ. നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ഈ പദ്ധതിയെ പിൽക്കാലത്താണ് എന്ത് ചെയ്യുന്നത്? മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നാക്കിയത്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയായിട്ട് എന്ത് ചെയ്യുന്നത്? മാറ്റിയിട്ടുണ്ടായിരുന്നത്. മഹാത്മാഗാന്ധി എന്നുള്ള പേര് 2009 ലഭിക്കുന്നത്. 2005 എന്ത് ചെയ്യുന്നത്? പറയുന്ന നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമായിട്ട് എന്ത് ചെയ്യുന്നത്? സാധനം വരുന്നത്. ഓക്കെ. ഇതിന്റെ പേരാണ് അടുത്ത എന്ത് മാറ്റിയിട്ടുള്ളത്? പൂജ്യ ബാപ്പു ഗ്രാമീണ റോസ്ഗാർ യോജന മാറ്റിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ. പൂജ്യ ബാപ്പു ഗ്രാമീണ റോസ്ഗാർ യോജനയായിട്ട് എന്ത് ചെയ്യുന്നത്? മാറ്റിയിട്ട് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഓക്കെ. തെറ്റല്ലേ? ഇത് കൂടാതെ തന്നെ ഈ 100 പ്രവൃത്തി ദിനങ്ങൾ എന്ത് ചെയ്തു? 125 ഉയർത്തി എന്നുള്ളതാണ്. 75 എന്ത് ചെയ്തു? ഉയർത്തിയിട്ടുണ്ട്. ഓക്കെ. തെറ്റല്ലേ? അടുത്ത് നോക്കിയാലോ. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ഡിഗ്രി ലെവൽ എക്സാമിനേഷനൊക്കെ വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, എക്സൈസ് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ, SPCAD, KT കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലൊക്കെ വേണ്ടിയിട്ട് പഠിക്കുന്നവരാണെങ്കിൽ AZB അക്കാഡമി നിങ്ങൾ ഈ പറഞ്ഞ കോഴ്സുകൾക്കെല്ലാം നിങ്ങൾ ഇനി ഓരോരോ കോഴ്സ് എടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ AZB അക്കാഡമി ഒറ്റ കോഴ്സ്
6 പരീക്ഷകൾ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മളൊരു പുതിയ കോഴ്സുമായിട്ട് വന്നിട്ടുണ്ട്. ഈ കോഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എല്ലാ ദിവസവും ലൈവ് ക്ലാസ് കൊടുക്കും, കിട്ടാത്തവർക്ക് റെക്കോർഡ് ക്ലാസ് നൽകുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഡെയിലി സ്റ്റഡി പ്ലാൻ, ദിവസം എങ്ങനെയൊക്കെ പഠിക്കണമെന്ന് ഡെയിലി സ്റ്റഡി പ്ലാൻ നൽകുന്നുണ്ട്. കൂടാതെ തന്നെ ഡെയിലി മോക്ക് ടെസ്റ്റ് നൽകുന്നുണ്ട്, സ്പെഷ്യൽ കറണ്ട് അഫയർ സെഷൻ നൽകുന്നുണ്ട്, സ്പെഷ്യൽ ടോപ്പിക് സെഷൻസ് നൽകുന്നുണ്ട്, മോട്ടിവേഷൻ സെക്ഷൻസ് ഉണ്ട്. അത് കൂടാതെ തന്നെ റിവിഷൻ സെക്ഷൻസ് മാത്രം പോരാ അല്ലേ, റിവിഷനും കൂടെ ചെയ്യേണ്ടതാണ് സെക്ഷൻസിന്റെ ഭാഗമായിട്ട് നൽകി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, AZB അക്കാഡമിയുടെ ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണെങ്കിൽ എന്ത് ചെയ്യാം, ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കോഴ്സ് പർച്ചേസ് ചെയ്യാം. അതല്ല ആപ്പുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയം ഉണ്ടാകും താഴെ കാണുന്ന നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, താഴെ കാണുന്ന നമ്പർ വിളിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ഓക്കെ കോഴ്സിൽ ജോയിൻ ചെയ്യേണ്ടവർ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ കോൺടാക്ട് സാധിക്കുന്നതാണ്. ഓക്കെ, സെറ്റല്ലേ? ഓക്കെ, ഞാൻ തിരിച്ച് ക്ലാസ്സിലേക്ക് വരാം. എടുത്ത് നോക്കിയാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യം എന്താണിത്? ഡിസംബർ 2025 ചേർത്ത പുതിയ റംസാർ സൈറ്റുകൾ ഏതെല്ലാമാണെന്നുള്ളതാണ് അല്ലെ. ഡിസംബർ 2025 ചേർത്ത പുതിയ റംസാർ സൈറ്റുകൾ ഏതെല്ലാമാണെന്നുള്ളതാണ് അല്ലെ. ഏതെല്ലാമാണ് പുതിയ റംസാർ സൈറ്റുകൾ എന്ന് പറയുന്നത്? ഇതാണ്. ഓക്കെ, ഒന്ന് സിലിസർഹ് തടാകം. സിലിസർഹ് തടാകം രാജസ്ഥാനാണ്. അതേപോലെ തന്നെ കൊപ്ര ജലാശയം അല്ലെ. സിലിസർഹ് തടാകം എന്താണ്, അത് ഈ പറയുന്ന രാജസ്ഥാനാണ്. കൊപ്ര ജലാശയം എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിലാണ് അല്ലെ. ഛത്തീസ്ഗഡിലാണ് കൊപ്ര ജലാശയം എന്ന് പറയുന്നത്. ഈ 2 പ്രദേശങ്ങളാണ് 2025 ഡിസംബറിൽ എന്ത് ചെയ്തത്, പുതുതായിട്ട് ചേർത്തിട്ടുള്ള റംസാർ സൈറ്റുകൾ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, അന്ന് നമ്മൾ ക്ലാസ്സിൽ വെച്ച് പറഞ്ഞതാണ്. ഈ റംസാർ സൈറ്റുകൾ എന്ന് പറയുന്നത് റംസാർ കൺവെൻഷന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടായിരുന്നതാണ്. ഇതാണ് റംസാർ കൺവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1971 ഇറാനിലെ എന്താണ് പറയുന്ന റംസാറിൽ ചേർന്ന യോഗത്തില് പറയുന്ന തണ്ണീർത്തടങ്ങൾ, വെറ്റ്ലാൻഡുകൾ, ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ജലാശയങ്ങൾ അടങ്ങുന്ന ഭൂപ്രദേശങ്ങളെ സംരക്ഷിച്ചു പോകുന്നതിന്റെ ഒരു ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് ഒരു കൺവെൻഷൻ വരുന്നു. ആ കൺവെൻഷന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടായിരുന്ന സൈറ്റുകളെ വിളിക്കുന്ന പേരാണ് റംസാർ സൈറ്റുകൾ എന്ന് പറയുന്നത് ആണല്ലോ. അതില് ഇന്ത്യ അംഗമാകുന്നത് 1982 എന്ത് ചെയ്യുന്നത്, ഇന്ത്യ അതിനകത്ത് എന്ത് ചെയ്യുന്നത്, അംഗത്വം എന്ത് ചെയ്യുന്നത് എടുക്കുന്നത്. ഇന്ത്യ അംഗമാകുന്നു അല്ലെ. ഇന്ത്യ അംഗമാകുന്നത് 1982 രസകരമായ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ 1981 എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിലെ ആദ്യത്തെ റംസാർ സൈറ്റുകൾ എന്ത് ചെയ്യുന്നത് വരുന്നതെന്നുള്ളതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റംസാർ സൈറ്റുകളാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് 1981. ക്യാലാഡോ നാഷണൽ പാർക്കും അതേപോലെ തന്നെ ചിൽക്ക തടാകവുമാണ് അല്ലെ. ക്യാലാഡോ നാഷണൽ പാർക്കും അതേപോലെ തന്നെ ഒഡീഷയിലെ ചിൽക്ക തടാകവുമായിരുന്നു. ചിൽക്ക തടാകവുമാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തില് റംസാർ സൈറ്റുകൾ ഉൾപ്പെടുന്ന മറ്റു 2 പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ പറയുന്നത്. ഓക്കെ, അതുകൂടാതെ തന്നെ കേരളത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, റംസാർ സൈറ്റുകളുണ്ട്. കേരളത്തിലെ റംസാർ സൈറ്റുകൾ എന്ന് പറയുന്നത് ആദ്യമായിട്ട് റംസാർ സൈറ്റിൽ അംഗമാകുന്നത് എന്താണ്, ഒന്ന് ഈ പറയുന്ന വേമ്പനാട് കോളാണ്. വേമ്പനാട് കോൾ എന്നറിയപ്പെടുന്ന പറയുന്ന വേമ്പനാട് കായലുണ്ടല്ലോ, ഇവിടെ കായലടങ്ങുന്ന പ്രദേശം അല്ലെ. കായലടങ്ങുന്ന പ്രദേശമാണ് ഈ വേമ്പനാട് കോൾ എന്ന് പറയുന്നത്. 2002 അത് റംസാർ സൈറ്റായിട്ട് മാറുന്നത്. അതേപോലെ തന്നെ ശാസ്താംകോട്ട കായൽ കാരണം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് അല്ലേ. ഒരു ശുദ്ധജല തടാകമാണ് ആണല്ലോ. അതേപോലെ തന്നെ അഷ്ടമുടിക്കായൽ അല്ലെ. അഷ്ടമുടിക്കായൽ എന്നിവയാണ് ഈ പറയുന്ന റംസാർ സൈറ്റുകളാണെന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അപ്പം ഡിസംബർ 2025 ചേർത്ത പുതിയ റംസാർ സൈറ്റുകൾ എന്ന് പറയുന്നത് ഒന്ന് സിലിസർഹ് തടാകം രാജസ്ഥാനാണ്, 2 കൊപ്ര ജലാശയം എവിടെയാണത്, ഛത്തീസ്ഗഡാണ്. കൊപ്ര ജലാശയം ഛത്തീസ്ഗഡാണ്. ഇതും കൂട്ടുമ്പോൾ മൊത്തത്തിൽ ഇന്ത്യയിൽ ഇതെല്ലാം കൂട്ടുമ്പോൾ ഇന്ത്യയിൽ ആകെ ഇപ്പോൾ 96 റംസാർ സൈറ്റുകളാണ് ഉള്ളത് അല്ലേ. 96 റംസാർ സൈറ്റുകൾ ഉണ്ട്. തൊട്ട് ഈ 2 എണ്ണം ഉണ്ടായിരുന്നു, ഇപ്പോൾ വന്നു. അതിന് മുമ്പ് എത്ര 94 ഉണ്ടായിരുന്നു. 94 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 94 ഈ പറയുന്ന റംസാർ സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗോഗാബീൽ ലേക്കാണ്. ഗോഗാബീൽ ലേക്ക് എന്ന് പറഞ്ഞാൽ ബീഹാറിലാണ് കേട്ടോ. ഗോഗാബീൽ ലേക്ക് ബീഹാർ.
ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് നിന്ന് എങ്ങനെ ഒരു ചോദ്യം വന്നാലും നിങ്ങൾക്ക് എന്ത് പറ്റും, എഴുതാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ 2025 ഡിസംബറിൽ ചേർത്ത പുതിയ റംസാർ സൈറ്റുകൾ ഒന്ന് ശ്രീസർഹ് തടാകം രാജസ്ഥാനാണ്, മറ്റൊന്ന് കൊപ്ര ജലാശയം ഛത്തീസ്ഗഡ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ വാക്കുകളെ പോയിട്ട് ഓർത്തിരിക്കുക. 71 റംസാർ കൺവെൻഷൻ അതുമായി ബന്ധപ്പെട്ട് റംസാർ സൈറ്റുകളൊക്കെ വരുന്നുണ്ട്. 82 ഇതിന്റെ ഭാഗമാകുന്നു. അതിന് മുമ്പായിട്ട് 81 കിയാലോഡ നാഷണൽ പാർക്ക്, അതേപോലെ ഒഡീഷയിലെ ചിൽക്ക തടാകം എന്നിവ റംസാർ സൈറ്റാണ് പ്രഖ്യാപിക്കുന്നു. കേരളത്തിലെ ആദ്യത്തെ റംസാർ സൈറ്റ് എന്ന് പറയുന്നത് വേമ്പനാട് കോളിലാണ്, അല്ലെങ്കിൽ വേമ്പനാട് കായൽ എന്ന് പഠിച്ചാൽ മതി. 2002 എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന റംസാർ സൈറ്റായിട്ട് മാറുന്നത്. അങ്ങനെ മൊത്തത്തിൽ 96 റംസാർ സൈറ്റുകളുണ്ട്. അതിനകത്ത് 94ാമത്തെ റംസാർ സൈറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഗോഗാബിൽ ലേക്കാണ്, ബീഹാറിലെ ലേക്ക്. അടുത്തത് സ്ക്വാഷ് ലോകകപ്പ് ഇന്ത്യക്ക് കിരീടം എന്നുള്ളതായിരുന്നു അല്ലെ. എന്താണ് സ്ക്വാഷ് ലോകകപ്പ് ഇന്ത്യക്ക് കിരീടം എന്നുള്ളതായിരുന്നു. ഇത് ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യക്ക് സ്ക്വാഷിൽ എന്ത് ചെയ്യുന്നത് ഒരു കിരീടം ലഭിക്കുന്നത് എന്നുള്ളതാണ് അല്ലെ. ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആദ്യമായാണ് ഇന്ത്യക്ക് സ്ക്വാഷിൽ എന്ത് ചെയ്യുന്നത് പറയുന്ന കിരീടം ലഭിക്കുന്നത് അല്ലെ, കിരീടം കിട്ടുന്നത്, കിരീടം ലഭിക്കുന്നത്. അതേപോലെ തന്നെ ആരെ ബീറ്റ് ചെയ്താണ്, ആരെ ബീറ്റ് ചെയ്ത ഹോങ്കോങ്ങിനെയാണ് അല്ലെ. ആരാണത്, ഹോങ്കോങ്ങിനെ 3-0 എന്ത് ചെയ്തു, തോൽപ്പിച്ചാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യ എന്ത് ചെയ്യുന്നത് കപ്പ് എടുത്തത് എന്നുള്ളതാണ്. ഹോങ്കോങ്ങിനെ 3-0 എന്ത് ചെയ്യുന്നത് ഇന്ത്യ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ തൊട്ട് മുമ്പ് 2023 എന്ത് ചെയ്യുന്നത് നമുക്കൊരു മെഡൽ കിട്ടുന്നത്. 2023 എന്ത് ചെയ്യുന്നത് ആദ്യമായിട്ട് സ്ക്വാഷിന് ഇന്ത്യക്ക് എന്ത് ചെയ്തൊരു മെഡൽ കിട്ടുന്നത്, അത് ബ്രോൺസ് മെഡലാണ്. 2023 ലോകകപ്പില് 2023 ലോകകപ്പില് ആണ് ഇന്ത്യക്ക് ബ്രോൺസ് ഉണ്ടായിരുന്നു, ബ്രോൺസ് മെഡല് ഉണ്ടായിരുന്നു. എന്ത് ചെയ്യുക, ഓർത്തിരിക്കാം. ഇത് ഈ പറഞ്ഞ സ്ക്വാഷ് ലോകകപ്പ് ഈ അടുത്തിടെ നടന്നത് എവിടെയാണത്, ചെന്നൈയിലായിരുന്നു അല്ലെ. ഈ പറഞ്ഞ ചെന്നൈയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ചെന്നൈയിൽ വെച്ച് നടന്ന ലോകകപ്പിലാണ് എന്ത് ചെയ്യുന്നത് വിജയം, ലോകകപ്പിലാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യക്ക് വിജയം അല്ലെ. അതേപോലെ തന്നെ 2028 അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ നടക്കുന്ന ഒളിമ്പിക്സിൽ എന്ത് ചെയ്യും, ഈ പറയുന്ന ഇന്ത്യ എന്ത് ചെയ്യും പങ്കെടുക്കും എന്നുള്ളതാണ് അല്ലെ. ഇന്ത്യ പങ്കെടുക്കും അല്ലെ, എടുക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഓർത്തിരിക്കുക, സ്ക്വാഷ് ലോകകപ്പിൽ ഇന്ത്യക്ക് കിരീടം. ആദ്യമായിട്ട് ഇന്ത്യക്ക് സ്ക്വാഷ് ലോകകപ്പ് എന്താണ് കിരീടം ലഭിക്കുകയാണ്. ഹോങ്കോങ്ങിനെ 3-0 ഒളിപ്പിക്കുന്നത്. 2023 ലോകകപ്പില് ഇന്ത്യക്ക് എന്ത് ചെയ്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നു, ബ്രോൺസ് മെഡൽ എന്ത് ചെയ്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ചെന്നൈയിൽ വെച്ചാണ് എന്ത് ചെയ്യുന്ന മത്സരം നടന്നിട്ടുണ്ടായിരുന്നത്. 2028 അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ വെച്ച് നടക്കുന്ന ഒളിമ്പിക്സിൽ എന്ത് ചെയ്യും ഇന്ത്യ പങ്കെടുക്കുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത എന്താണ്, വേഗത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന എന്തിനെ നിരീക്ഷിക്കുന്നതിനും അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനുമുള്ള ഭൂമിയുടെ തയ്യാറെടുപ്പുകൾ പരിശോധിക്കുന്നതിനുമായാണ് യൂറോപ്പ് ലോകത്തിലെ ഏറ്റവും വലിയ പ്ലാനറ്ററി ഡിഫൻസസ് ഡ്രിൽ എന്ത് ചെയ്യുന്നത് ആരംഭിച്ചത് എന്നുള്ളതാണ്. വേഗത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന എന്തിനെ നിരീക്ഷിക്കുന്നതിനാണ് അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനുമുള്ള ഭൂമിയുടെ തയ്യാറെടുപ്പുകൾ പരിശോധിക്കുന്നതിനുമായാണ് യൂറോപ്പ് ലോകത്തിലെ ഏറ്റവും വലിയ പ്ലാനറ്ററി ഡിഫൻസ് ഡ്രിൽ എന്ത് ചെയ്തത് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. എന്താണത്, 3I അറ്റ്ലസ് എന്നുള്ളതാണ്. 31 അറ്റ്ലസ് എന്നുള്ളതല്ല. എന്താണത്, 3I അറ്റ്ലസ് എന്നുള്ളതാണ്. 3I അറ്റ്ലസ്. കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതൊരു കോമറ്റ് ആണ്. ഇതൊരു കോമറ്റ് ആണെന്നുള്ളതാണ്. കോമറ്റ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഈ പറഞ്ഞ ഐസിന്റെ ഡസ്റ്റിന്റെ ഒക്കെ കൊണ്ടുവന്ന ഒരു പാളിയാണ്. ഈ സാധനം ഇങ്ങനെ എന്ത് ചെയ്യും സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ചിലതിനൊക്കെ എന്ത് ചെയ്യും വാല് കാണും. വാലെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഈ പറഞ്ഞ ഐസിന്റെ ഡസ്റ്റിന്റെ ഒക്കെ എന്താണ് പടലങ്ങളാണ് ഈ പറഞ്ഞ വാലായിട്ട് എന്ത് ചെയ്യുന്നത് കാണുന്നത്. സൂര്യപ്രകാശം തട്ടുമ്പോൾ എന്ത് ഇങ്ങനെ തിളങ്ങും. അത് നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യും കത്തിപ്പോകുന്ന പോലെ നമുക്ക് തോന്നുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ്. ഈ സാധനം എവിടെ നിന്നാണ് വരുന്നത്, കോൺസ്റ്റലേഷൻ സഗറ്റാരിയസ് നിന്നാണ് വരുന്നത്. കോൺസ്റ്റലേഷൻ സഗാറ്റാരിയസിൽ നിന്ന് വരുന്ന മൂന്നാമത്തെ കോമറ്റാണ്. മൂന്നാമത്തെ കോമറ്റാണ് ഈ പറയുന്ന 31 അറ്റ്ലസ് എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് മറ്റ് രണ്ടെണ്ണം വന്നിട്ടുണ്ട്. അതായത് 1I ക്വാമ, സോറി
ഉമ്മുവാമ എന്ന് പറയുന്നത് 2017 വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ സെക്കൻഡ് ഐ ഈ പറയുന്ന ബോറിസോവ് സെക്കൻഡ് ഐ ബോറിസോവ് 2019 കേട്ടോ വരുന്നത്. 2019 സെക്കൻഡ് ഐ ബോറിസോവ് എന്ന് പറയുന്ന ഒരു കോമറ്റ് ഇന്ത്യയുടെ അതുവഴി ഭൂമിയുടെ അതുവഴി പോയിട്ടുണ്ടായിരുന്നു. മൂന്നാമതായിട്ട് വരുന്നതാണ് ഈ പറഞ്ഞ 3I അറ്റ്ലസ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രത്യേകത പറഞ്ഞാൽ ഇന്ത്യക്ക് അത് ഭൂമിക്ക് അത് വലിയ വിഷയമൊന്നും അല്ല. അതിങ്ങനെ ഒരു ഭൂമിയാണെങ്കിൽ അതിനോട് ചേർന്ന് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പോകുന്നു എന്നുള്ളതേ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, ചില ഡ്രില്ലുകൾ നടത്തി അഥവാ ഭൂമിക്ക് നേരെ കോമറ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ നേരിടണമെന്ന് എന്ത് ചെയ്യുന്നത് പറഞ്ഞ ഈ ഡ്രില്ലിലൂടെ പഠിക്കും എന്നുള്ളതാണ്. അപ്പോൾ വേഗത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന എന്തിനെ നിരീക്ഷിക്കുന്നതിനും അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനുമുള്ള ഭൂമിയുടെ തയ്യാറെടുപ്പുകൾ പരിശോധിക്കുന്നതിനായി യൂറോപ്യൻ ലോകത്തെ ഏറ്റവും വലിയ പ്ലാനറ്ററി ഡിഫൻസ് ഡ്രിൽ ആരംഭിച്ചത് 3I അറ്റ്ലസ് എന്നുള്ള കോമറ്റാണ്. കോൺസ്റ്റലേഷൻ സഗാറ്റാരിയസ് എന്നറിയപ്പെടുന്ന ഒരു കൂട്ടത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, മൂന്നാമത്തെ കോമറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ 3I അറ്റ്ലസ്. ഇതിനു മുമ്പായിട്ട് ഈ പറയുന്ന 1I ഉമ്മുവാമ എന്ന് പറയുന്ന ഒരു കോമറ്റ് ഉമ്മുവാമ എന്നാണ് പറയുന്നത്. 1I ഉമ്മുവാമ 2017 വന്നിട്ടുണ്ട്. പക്ഷേ 2019 ആകുമ്പോഴത്തേന് അല്ലെ പറയുന്ന 2I ബൊറിസോവ് എന്ന് പറയുന്ന ഒരു കോമറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ശേഷമാണ് 3I അറ്റ്ലസ്. അപ്പം അതിനകത്താണ് എന്ത് ചെയ്യുന്നത് ഡ്രിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു കോമറ്റും കൂടിയാണ്. ഓക്കെ, അടുത്തത് UAE ബഹിരാകാശ ദൗത്യത്തിനായി തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ ഹെക്സ-20 എന്ന സ്റ്റാർട്ടപ്പ് നിർമ്മിക്കുന്ന ലാൻഡർ ലക്ഷ്യമിടുന്ന പ്രധാന ഉൽക്ക ഏതാണെന്നുള്ളതാണ്. അല്ലെ, UAE ബഹിരാകാശ ദൗത്യത്തിനായിട്ട് തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ ഹെക്സ-20 എന്ന സ്റ്റാർട്ടപ്പ് നിർമ്മിക്കുന്ന ലാൻഡർ ലക്ഷ്യമിടുന്ന പ്രധാന ഉൽക്ക ഏതാണെന്നുള്ളത്. ഏതാണത്? ജസ്റ്റിയ എന്നുള്ളതാണ്. എന്ത് ചെയ്യുന്നത് ഇന്ത്യയുടെ പേര്. ഈ പറഞ്ഞ UAE നിർമ്മിക്കുന്ന ഈ എന്താണ് ലാൻഡർ അല്ലെ പറഞ്ഞ UAE ബഹിരാകാശ ദൗത്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ലാൻഡർ നിർമ്മിക്കുന്നത് ഇന്ത്യയിലാണ്. കേരളത്തിലെ ടെക്നോ പാർക്കിലെ ഹെക്സ-20 എന്ന പ്രൈവറ്റ് സ്റ്റാർട്ടപ്പാണ് എന്ത് ചെയ്യുന്നത് ഇവർ നിർമ്മിക്കുന്നത്. ഇത് പ്രധാനമായിട്ടും ലോഞ്ച് ചെയ്യുന്നത് UAE ആണ്. ഇത് ലോഞ്ച് ചെയ്യുന്നത് എവിടെയാണ്? ജപ്പാനിൽ നിന്നാണ്. ജപ്പാനിലാണ് എന്ത് ചെയ്യുന്നത് ലോഞ്ച് ചെയ്യുന്നത്. മിസ്തുബിഷി റോക്കറ്റിലാണ് എന്ത് ചെയ്യുന്നത് ലോഞ്ച് ചെയ്യുന്നത് അല്ലെ. അതുകൂടാതെ തന്നെ ഇവിടെ ഈ പറഞ്ഞ മാഴ്സിന്റെയും ജുപ്പിറ്ററിനും ഇടയിലുള്ള ആസ്ട്രോയിഡ് ബെൽറ്റിലേക്കാണ് എന്ത് ചെയ്യുന്നത് ആസ്ട്രോയിഡ് ബെൽറ്റിലാണ് ഈ പറയുന്ന എന്ത് കാണപ്പെടുന്നത് ഈ പറയുന്ന ജസ്റ്റിയ എന്നറിയപ്പെടുന്ന ഈ ചിഹ്നഗ്രഹം. ഓക്കെ, ചിഹ്നഗ്രഹം എന്ന് പറഞ്ഞാൽ പറയാം. അത് ആസ്ട്രോയിഡ് ആണ് പറയുന്നത്. ആസ്ട്രോയിഡ് എന്ത് ചെയ്യുന്നത് കാണപ്പെടുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ആസ്ട്രോയിഡ് മാഴ്സിനും ജുപ്പിറ്ററിനും ഇടയിലാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ആസ്ട്രോയിഡ് ബെൽറ്റിലാണ് എന്ത് ചെയ്യുന്നത് കാണപ്പെടുന്നത്. അറിയാം, 3 തരത്തിലുള്ള ബെൽറ്റ് ഉണ്ട്. ഒന്ന് വാനലൻ ബെൽറ്റ്, കുയിപ്പർ ബെൽറ്റ്, ആസ്ട്രോയിഡ് ബെൽറ്റ്. വാനലൻ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ പറയുന്ന ഭൂമി ഇതാണെങ്കിൽ ഭൂമിയുടെ വലിക്കാട്ടി പറയുന്ന മാഗ്നറ്റിക് ഫീൽഡുകളുണ്ട്. പറയുന്ന ഇങ്ങനെ ഒരു ബെൽറ്റിനെയാണ് ഈ പറയുന്ന വാനലൻ ബെൽറ്റ് എന്ന് പറയുന്നത്. സൂര്യനിൽ നിന്ന് വരുന്ന സോളാർ വിൻഡും അല്ലെ മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് തടഞ്ഞു നിർത്തി ഭൂമിയെ സംരക്ഷിക്കുന്നത് ഈ പറഞ്ഞ വാനലൻ ബെൽറ്റാണ് അല്ലെ. വാനലൻ ബെൽറ്റാണ്. അടുത്തതായി പറഞ്ഞ കുയിപ്പർ ബെൽറ്റ് എന്ന് പറയുന്ന ഒരു ബെൽറ്റാണ് അല്ലെ. കുയിപ്പർ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്ന നെപ്റ്റ്യൂണിന്റെ ഓർബിറ്റിലായിട്ട് ഈ പറയുന്ന ഡ്വാർഫ് പ്ലാനറ്റ് എല്ലാം കൂടെ വന്ന് കിടക്കുന്ന ഒരു ഭാഗമാണ് ഈ പറയുന്നത് കുയിപ്പർ ബെൽറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെപ്റ്റ്യൂണിൽ പറയുന്ന പൊടിപടലങ്ങളും അതേപോലെ തന്നെ ബാക്കിയുള്ള കുറച്ച് സാധനങ്ങളെല്ലാം ഇങ്ങനെ വന്ന് കിടക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് കുയിപ്പർ ബെൽറ്റ് എന്ന് പറയുന്നത്. മാർസും ജുപ്പിറ്ററിനും ഇടയിൽ ഈ പറയുന്ന ആസ്ട്രോയിഡുകളെല്ലാം കാണപ്പെടുന്ന ഒരു ബെൽറ്റ് ഉണ്ട്. ആ ബെൽറ്റിനെ വിളിച്ച പേരാണ് ആസ്ട്രോയിഡ് ബെൽറ്റ് എന്ന് പറയുന്നത്. അവിടെയാണ് ജസ്റ്റിയ കാണപ്പെടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അതിലേക്കൊരു വിക്ഷേപണം നടത്തുന്നതാണ് ഈ പറഞ്ഞ UAE എന്ന് പറയുന്നത്. അപ്പോൾ UAEക്ക് വേണ്ടിയിട്ടുള്ള ലാൻഡർ നിർമ്മിക്കുന്നത് ഹെക്സ-20 എന്ന് പറയുന്ന ഒരു തിരുവനന്തപുരത്തെ സ്റ്റാർട്ടപ്പാണ്. അപ്പോൾ അത് എങ്ങോട്ടേക്കാണ് വിക്ഷേപിക്കുന്നത്? ജസ്റ്റിയ എന്ന് പറയുന്ന ഒരു ആസ്ട്രോയിഡിലേക്കാണ് എന്ത് വിക്ഷേപിക്കുന്നത്. ജസ്റ്റിയ. ഓക്കെ ആണല്ലോ. അടുത്തത് വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലുള്ള തേജോമയ ഹോമിലെ അതിജീവിതകൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായുള്ള ബ്രാൻഡ് ഏതാണെന്നുള്ളത് അല്ലെ. വനിതാ ശിശു വികസന വകുപ്പ് കീഴിലുള്ള എന്താണത് തേജോമയ ഹോമിലെ അതിജീവിതകൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായുള്ള ബ്രാൻഡിന്റെ പേര് ഉയരെ എന്നുള്ളതാണ്. ഉയരെ. അടുത്തത് നേവൽ എക്സസൈസ് ഏകത ഏതെല്ലാം രാജ്യങ്ങൾ തമ്മിലാണെന്നുള്ളതായിരുന്നു അല്ലെ. നേവൽ എക്സസൈസ് ഏകത എന്ന് പറഞ്ഞ ഏതെല്ലാം രാജ്യങ്ങൾ തമ്മിലാണ്? മാൽദീവ്സും ഇന്ത്യയും തമ്മിലാണ് അല്ലെ. മാൽദീവ്സും ഇന്ത്യയും തമ്മിലുള്ള നേവൽ എക്സസൈസിന്റെ പേരാണ് എക്സസൈസ് ഏകത എന്ന് പറയുന്നത്. നേവൽ എക്സസൈസ് ഏകത എന്ന് പറയുന്നത്. അതേപോലെ 14ാമത് എക്സസൈസ് ആയിട്ടുണ്ടായിരുന്ന മാൽദീവ് ഇന്ത്യ എക്സസൈസിന്റെ പേരാണെന്ന് പറയുന്നത് എക്സസൈസ് എക്വറി അല്ലെ. അതെവിടെയാണ്? തിരുവനന്തപുരത്തായിരുന്നു അല്ലേ. തിരുവനന്തപുരത്ത് വെച്ച് എന്ത് ചെയ്യുന്നത് എക്സസൈസ് എക്വറി എന്ത് ചെയ്യുന്നത് നടത്തിയിട്ട്
ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അപ്പൊ നേവൽ എക്സസൈസ് ഏകത എന്ന് പറയുന്നത് ഇന്ത്യൻ നേവിയും മാലിദ്വീപ് ഡിഫൻസ് ഫോഴ്സും തമ്മിൽ നടക്കുന്ന ഒരു എക്സസൈസ് ആണ്. അത് മാലിദ്വീപിൽ വെച്ചാണ് അത് നടക്കുന്നത്. മാലിദ്വീപും ഇന്ത്യയും തമ്മിലാണ് അത് നടക്കുന്നത്. അതേപോലെ തന്നെ എക്വറി എക്സസൈസ് എക്വറി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ആർമി മാലിദ്വീപ് ഡിഫൻസ് ഫോഴ്സ് തമ്മിലുള്ള എക്സസൈസ് ആയിരുന്നു. അത് തിരുവനന്തപുരത്ത് വെച്ചാണ് അത് ഉണ്ടായിരുന്നത്. അടുത്തത് മറിയം വെബ്സ്റ്റേഴ്സ് നിഘണ്ടുവിൽ ഇക്കൊല്ലത്തെ വാക്കായിട്ട് തെരഞ്ഞെടുത്തത് ഏതാണെന്നുള്ളതാണ് അല്ലെ. മറിയം വെബ്സ്റ്റേഴ്സ് നിഘണ്ടുവിൽ ഇക്കൊല്ലത്തെ വാക്കായിട്ട് തെരഞ്ഞെടുത്തത് എന്താണ്? ഇതാണത് സ്ലോപ്പ് എന്നുള്ളതാണ്. ഇതാണ് സ്ലോപ്പ് എന്നുള്ളതാണ്. സ്ലോപ്പ് അതായത് ഈ പറയുന്ന കണ്ടന്റ് ഒന്നും ഇല്ല, പറയുന്ന വളരെ എന്താണ് ഇറവലവൻ്റ് ആയിട്ടുള്ള ഈ പറഞ്ഞ AI ഡേറ്റാസിനെ ഇത് പേരാണ് ഇപ്പോൾ സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പം മറിയം വെബ്സ്റ്റേഴ്സ് നിഘണ്ടുവിൽ ഇക്കൊല്ലത്തെ വാക്കായിട്ട് തെരഞ്ഞെടുത്തത് സ്ലോപ്പ്. ഇതാണ് സ്ലോപ്പ് എന്ന് ഓർത്തിരിച്ചാൽ സ്ലോപ്പ്. ഓക്കെ, അടുത്തത് രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ SBIയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ട് നിയമിതനായത് ആരാണെന്നുള്ളത്. രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ SBIയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ട് നിയമിതനായത് ആരാണെന്നുള്ളതാണ്. ആരാണത്? രവി രഞ്ജനാണ് അല്ലെ. ആരാണത്? രവി രഞ്ജനാണ്. തൊട്ടു മുമ്പ് വിനയ് എം തോൺസെ ആയിരുന്നു. വിനയൻ തോൺസെ ആയിരുന്നു ഈ പറയുന്ന SBIയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ട് ഉണ്ടായിരുന്നത്. പുള്ളി വിരമിക്കുന്ന ആ ഒരു ഇതിലേക്കാണ് ആര് വരുന്നത്? രവി രഞ്ജനെ SBIയുടെ MD ആയിട്ട് നിയമിക്കുന്നത്. SBIയുടെ ചെയർമാൻ ആരായിരുന്നു? SBIയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ചല്ല ശ്രീനിവാസുലു ഷെട്ടിയാണ്. ചല്ല ശ്രീനിവാസുലു ഷെട്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന SBIയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. SBI എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, അന്ന് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. SBI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1955 എന്ത് ചെയ്യുന്നത്? സ്ഥാപിതമാകുന്നത് അല്ലെ. 1955 എന്ത് ചെയ്യുന്നത്? SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമാകുന്നത്. അതിന് മുമ്പ് അതിനെ വിളിച്ച പേര് എന്ന് പറഞ്ഞാൽ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ളതായിരുന്നു അല്ലെ. ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ അത് 21 സ്ഥാപിതമാകുന്നത്. 1921 ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമാകുന്നത്. അത് പിൽക്കാലത്ത് എന്തായിട്ട് മാറുകയായിരുന്നു? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് മാറി. ഓക്കെ, അപ്പം ഇപ്പോഴത്തെ അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ചല്ല ശ്രീനിവാസുലു ഷെട്ടിയാണ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇപ്പോഴത്തെ മാനേജിംഗ് ഡയറക്ടർ ആരാണ്? രവി രഞ്ജനാണ്. തൊട്ടു മുമ്പ് പറയുന്ന വിനയ് എം തോൺസെയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം നോക്കാം. വിദ്യാർത്ഥികളെ ആയോധന കലകൾ ഉൾപ്പെടെ അഭ്യസിപ്പിച്ച് സ്വയം പ്രതിരോധത്തിന് സജ്ജമാക്കുന്ന പദ്ധതിയുടെ പേരെന്താണെന്നുള്ളത് അല്ലെ. വിദ്യാർത്ഥികളെ ആയോധന കലകൾ പഠിപ്പിച്ച് സ്വയം ഈ പറയുന്ന പ്രതിരോധത്തിന് സജ്ജമാക്കുന്ന പദ്ധതിയുടെ പേരെന്താണെന്നുള്ളതാണ്. എന്താണത്? പറയുന്ന ധീര എന്നുള്ളതാണ്. ഇതാണത് ധീര എന്നുള്ളതാണ്. ഓക്കെ, ധീര എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്? പദ്ധതിയുടെ പേരെന്ന് പറയുന്നത്. അപ്പം ഓർത്തിരിക്കുക, വിദ്യാർത്ഥികളുടെ ആയോധന കലകൾ ഉൾപ്പെടെ അഭ്യസിപ്പിച്ച് സ്വയം പ്രതിരോധത്തിന് സജ്ജരാക്കുന്ന പദ്ധതിയുടെ പേര് ആണത് ധീര എന്നുള്ളതാണ്. ധീരരായി വരിക എന്നുള്ളത് കാര്യം ഓർത്തിരുന്നാൽ മതി. ധീര. ഓക്കെ, അത് നോക്കാം. സഹകരണ ബാങ്കുകൾക്ക് ഡിജിറ്റൽ ഇടപാട് ഉൾപ്പെടെയുള്ള സാങ്കേതിക സഹായം നൽകുന്ന കേന്ദ്ര സർക്കാർ തുടങ്ങിയ സഹാസാരഥിയുടെ അംഗമായ ബാങ്ക് ഏതാണ് അല്ലെ. സഹകരണ ബാങ്കുകൾക്ക് ഡിജിറ്റൽ ഇടപാട് ഉൾപ്പെടെയുള്ള സാങ്കേതിക സഹായം നൽകുന്ന കേന്ദ്ര സർക്കാർ തുടങ്ങിയിട്ടുണ്ടായിരുന്ന സഹാസാരഥിയിൽ അംഗമായ ബാങ്ക് ഏതാണെന്നുള്ളതാണ്. ഏതാണത്? കേരള ബാങ്കാണ് അല്ലെ. സംശയമൊന്നുമില്ല. ഏതാണത്? കേരള ബാങ്കാണ് അല്ലെ. ഏതാണത്? കേരള ബാങ്ക്. ഓക്കെ, നമ്മുടെ സ്വന്തം കേരള ബാങ്ക് അല്ലെ. കേരള ബാങ്ക്. അപ്പൊ ആ ഒരു എന്താണ് തുടങ്ങിയ പ്ലാറ്റ്ഫോമിന്റെ പേരുകൾ ഓർത്തിരിക്കുക. സഹാർ സാരഥി എന്നുള്ളതാണ് കേട്ടോ. സഹാർ സാരഥി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറയുന്ന സഹാർ സാരഥി എന്ന് പറയുന്നത്. ഇത് കേന്ദ്ര സർക്കാരിന്റെ സ്കീമാണ്. അവർക്ക് ഈ പറയുന്ന ഓൺലൈൻ ഫ്രോഡ്സിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നത്? രക്ഷ നൽകുന്ന ഒരു സംവിധാനം കൂടിയാണ് ഇപ്പോൾ സഹാർ സാരഥി. ഓർത്തിരിക്കണം. ഓക്കെ, അടുത്ത് നോക്കിയാലോ. മധ്യപ്രദേശിലെ മൂന്നാമത്തെ ചീറ്റ സങ്കേതമായി വികസിക്കാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകിയ ടൈഗർ റിസർവിന്റെ പേര് എന്താണെന്നുള്ളതാണ് അല്ലെ. മധ്യപ്രദേശിലെ മൂന്നാമത്തെ ചീറ്റ സങ്കേതമായിട്ട് വികസിക്കാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകിയ ടൈഗർ റിസർവിന്റെ പേര് എന്താണെന്നുള്ളതാണ്. വീരാംഗന ദുർഗാവതി ടൈഗർ റിസർവ് എന്നുള്ളതാണ്. വീരാംഗന ദുർഗാവതി ടൈഗർ റിസർവ് ആണെന്നുള്ളതാണ് ഞാൻ മുഴുവൻ പേരെന്ന് പറയുന്നത്. നമ്മൾ അന്ന് പറഞ്ഞിരുന്നു. എന്താണത്? നൂറാദേവിയുടെയും ദുർഗാവതി എന്നറിയപ്പെടുന്ന രണ്ട് ടൈഗർ റിസർവ് ചേർന്നാണ് ഈ പറഞ്ഞ വീരാംഗന ദുർഗാവതി ടൈഗർ റിസർവ് എന്നറിയപ്പെടുന്നത്. ഇപ്പൊ നിലവിലുള്ള രണ്ട് ഈ പറയുന്ന ഇവരെ ചീറ്റകളെ അധിവസിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട നാഷണൽ പാർക്കുകളുണ്ട്. ഒന്ന് കൂനോ ആണ്, മറ്റൊന്ന് ഗാന്ധി സാഗറാണ്. ആണല്ലോ. ഇത് കൂടാതെ തന്നെയാണ് എന്ത് പറയുന്നത്? വീരാംഗന ദുർഗാവതി ടൈഗർ റിസർവിലേക്ക് എന്ത് ചെയ്യുന്നത്? ബോട്സ്വാനയിൽ നിന്ന് എന്ത് ചെയ്യുന്നത്? ചീറ്റകളെ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് അല്ലെ. 1952 എന്ത് ചെയ്യുന്നത്? ഇപ്പം ചീറ്റകളെ എക്സ്റ്റിൻറ്റ് ആവുന്നത്. 1947 അവസാനത്തെ ചീറ്റ എന്ത് ചെയ്യുന്നത്? വെടിവെച്ച് കൊല്ലുന്നത്. 3 ചീറ്റകളെ വെടിവെച്ച് കൊന്നിട്ടുണ്ടായിരുന്നു. അന്നത്തെ ഛത്തീസ്ഗഡിലെ രാജാവായിട്ട് ഉണ്ടായിരുന്ന ആരാണത്? പറഞ്ഞ മഹാരാജ രാമാനുജിയാണ് എന്ത് ചെയ്യുന്നത്? കൊല്ലുന്നത് എന്നുള്ളതാണ്. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഓർത്തിരിക്കുക,
മധ്യപ്രദേശിലെ മൂന്നാമത്തെ ചീറ്റ സങ്കേതമായിട്ട് വികസിക്കാൻ സർക്കാർ അനുമതി നൽകിയ ടൈഗർ റിസർവ് എന്ന് പറയുന്നത് വീരാംഗന ദുർഗാവതി ടൈഗർ റിസർവ് ആണ്. അടുത്തത് 2025 ഡിസംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കുന്ന രാഷ്ട്രങ്ങൾ ഏതെല്ലാമാണെന്നുള്ളതാണ് അല്ലെ. 2025 ഡിസംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കുന്ന ത്രിരാഷ്ട്രങ്ങൾ ജോർദാന്, എത്യോപ്യ, ഒമാൻ. ജോർദാൻ, എത്യോപ്യ, ഒമാൻ എന്നുള്ളതാണ്. ഓക്കെ. അതേപോലെ തന്നെ 2025 ഡിസംബറിൽ ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ച ഗൾഫ് രാജ്യം ഏതാണെന്നുള്ളതാണ്. 2025 ഡിസംബറിൽ ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ച ഗൾഫ് രാജ്യം ഒമാനാണ് അല്ലെ. ഇതാണത് ഒമാന് ആണെന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഒമാൻ. ഓക്കെ. അതേപോലെ ഓർഡർ ഓഫ് ഒമാൻ എന്ന് പറയുന്ന ഒരു അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു എത്യോപ്യയിൽ വെച്ച്. എന്താണ്? നിഷാൻ ഓഫ് എത്യോപ്യ. നിഷാൻ ഓഫ് എത്യോപ്യ എന്നറിയപ്പെടുന്ന അവാർഡ് എന്ത് ചെയ്തിരുന്നു പറയുന്ന നരേന്ദ്രമോദിക്ക് ലഭിച്ചിട്ടുണ്ട്. അടുത്ത് നോക്കാം, കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിതനാകുന്നത് ആരാണെന്നുള്ളത് അല്ലെ. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിതനാകുന്നത് ജസ്റ്റിസ് സൗമൻസൻ ആണ് അല്ലെ. ജസ്റ്റിസ് സൗമൻസൻ ആണ്, ഓർത്തിരിക്കുക. ഓക്കെ. അതേപോലെ തന്നെ അദ്ദേഹം ഈ പറയുന്ന മേഘാലയയുടെ എന്താണ് ചീഫ് ജസ്റ്റിസ് ആണ്. അദ്ദേഹം ഇപ്പൊ എന്താണ് കേരളത്തിന്റെ ചീഫ് ജസ്റ്റിസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് നിയമിതനാകുന്നത്. അതേപോലെ തന്നെ അദ്ദേഹം എന്താണ്, അദ്ദേഹം കൊൽക്കട്ടക്കാരനാണ് അല്ലെ. കൊൽക്കട്ടക്കാരനാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന സൗമൻസൻ എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ മുഹമ്മദ് മുഷ്താഖ് എന്ന് പറയുന്നത് പറയുന്ന കേരളത്തിലെ ഒരു ചീഫ് ജസ്റ്റിസ് ആണ്. പുള്ളി എങ്ങോട്ടേക്ക് മാറ്റുകയാണ്, പുള്ളിയുടെ സിക്കിമിലെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് എന്താണ് മാറ്റുകയാണെന്നുള്ളത്. ഓക്കെ. അവസാനത്തെ ചോദ്യം നോക്കാം. ദേശീയ സ്കൂൾ കായികമേളയിൽ ജൂനിയർ വിഭാഗത്തിൽ കിരീടം നേടുന്നത് ആരാണെന്നുള്ളതായിരുന്നു അല്ലെ. കേരള ദേശീയ കായികമേളയിൽ ജൂനിയർ വിഭാഗത്തിൽ കിരീടം നേടുന്നത് ആരാണെന്നുള്ളതായിരുന്നു. ആരാണത്? കേരളമാണ്. കേരളമാണ്. ഓക്കെ. ഇത്രയാണ് നമ്മുടെ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. വായിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. സംശയത്തിലുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചോദിക്കണം. ഇതെന്ത് ചെയ്യുക, വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. വീണ്ടും കാണാം. ബൈ.